it's me Atal and welcome back to my channel Tech. Friends, we will mod review Innova car mod. Now, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യുന്ന നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ട്യൂബ് അങ്ങ് അടിച്ചുപോയ ട്യൂബ് ഇത് ഇവിടെ അങ്ങ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് അടിച്ചുപോയ ട്യൂബ് ഒക്കെ. അപ്പോൾ ഈ ഒരു ലൈറ്റ് അടിച്ചു പോയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്, ഈ ഒരു റൂമിൽ നിന്നും. അപ്പോൾ ഇവിടെ ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക, നമ്മൾ തീർച്ചയായിട്ടും വേറൊരു ലൈറ്റ് അവിടെ സെറ്റ് ആക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ സമയം വീട്ടിലേക്ക് കിടക്കുക. അതിനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് ലൈക്ക് കൂടി അടിച്ചേക്കാം. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഇന്നോവയുടെ മോഡ്. അപ്പോൾ കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഇന്നോവ കാറിനെ പോലെ തന്നെ ഇരിപ്പുണ്ട് ഈ ഒരു മോഡ് കാണാൻ. ഇപ്പോൾ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ പക്ക എന്താ പറയുക ഫിനിഷിംഗ് ആണ്. ഇവിടെയും ഒരു മൈനസും പറയാനില്ല. ഒരു ഇന്നോവയുടെ പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ ഉള്ളിൽ കയറിത്തിട്ടുണ്ട്. ഇൻറ്റീരിയർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിന് ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. കറക്റ്റ് ഒരു ഇന്നോവൻ്റെ ഉള്ളിലിരിക്കുന്ന കറക്റ്റ് ഒരു സെറ്റിംഗ് ആണ്. പിന്നെ ഈ ഒരു മോഡിൽ കാണുന്ന നമ്മൾ ഡ്രൈവറിൻ്റെ ഒരു മിററില്ലേ ഉള്ളിലുള്ള, അതിൽ കണ്ടോ ഡയറക്റ്റ് ആ ബാക്കിലേക്ക് സംഭവം കണക്ഷൻ ആണ്. ആ മിററിലൂടെ ബാക്ക് മിറർ കാണുന്നുണ്ട്. പിന്നെ വൈപ്പർ കാര്യങ്ങൾ പക്ക വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ഈ ഒരു വണ്ടി അങ്ങ് എടുത്തുകൊണ്ട് പോയിട്ട് ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റും അതുപോലെ നമ്മുടെ ആനിമേഷൻ കീ, പിന്നെ ബ്രേക്കിംഗ് ടെസ്റ്റ്, സസ്പെൻസർ വർക്ക് എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് വണ്ടി അങ്ങ് എടുത്തുകൊണ്ട് പുറത്ത് പോകാം. അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ സൗണ്ട് എന്ന് പറയുന്ന ഒരു മോഡിഫൈ കാറിൻ്റെ സൗണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡ് പരിചയപ്പെടുത്തുന്നത്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് മോഡിഫൈഡ് കാർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിനൊരു ചെറിയൊരു ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സൗണ്ട് നൽകുന്നതിൽ കൊണ്ട് നല്ലൊരു മോഡാണിത്. അപ്പോൾ ഇതിനെ എന്താ പറയുക, ആനിമേഷൻ കീ എന്താണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഒന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത് ഇതാണ്, ബാക്കിലുള്ള സംഭവം ഓപ്പൺ ആവുന്നതാണ്. ഇനി രണ്ടാമത്തെ ആനിമേഷൻ കീ എന്താണെന്ന് കാണിച്ചാൽ, രണ്ടാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത് ഡ്രൈവറിൻ്റെ ഡോർ ഓപ്പൺ ആവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ ആനിമേഷൻ കീ ഇതാണ്. ഇപ്പോൾ മൂന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത് നമ്മുടെ ബോണറ്റ് തുറക്കുന്നതാണ്. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ ബോണറ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം നല്ല വർക്കാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബോണറ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്കിപ്പോൾ. വെയിറ്റ് ചെയ്ത്, ബോണറ്റ് കണ്ടോ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട് ഈ ഒരു മോഡ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതേ കണ്ടോ, ഒരു ബോണറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതിന് നമുക്ക് ഒരു വണ്ടീൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മളെ ഡോറൊന്ന് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആനിമേഷൻ കീ എല്ലാം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് ആനിമേഷൻ കീ കണ്ടെന്ന് വിചാരിക്കുന്നു. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ 3 ഡോർ ഓപ്പൺ ആവും. ആ ഡ്രൈവറിൻ്റെ ഡോർ ഓപ്പൺ ആണെങ്കിൽ രണ്ടാമത്തെ ആനിമേഷൻ കീ ക്ലിക്ക് ചെയ്താൽ ഓൺ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വണ്ടി അങ്ങ് എടുത്തോണ്ട് പോയിട്ട് ഇതിൻ്റെ സസ്പെൻസർ വർക്കും അതുപോലെ സ്പീഡ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം നോക്കാം. അതുപോലെ ബ്രേക്കിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. നമ്മൾക്കിപ്പോൾ ഈ വണ്ടി അങ്ങ് എന്തോ പോയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ബ്രേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു ലെവൽ ബ്രേക്കിംഗ് ആണ്. കുഴപ്പമില്ല, നല്ലൊരു ബ്രേക്കിംഗ് ആണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കണ്ടോ, പിടിക്കുമ്പോൾ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിന് സസ്പെൻസർ വർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതേ കണ്ടോ, സസ്പെൻസർ വർക്കും അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ 30C. ഓക്കെ, അതെ സസ്പെൻസർ വർക്ക് കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ സസ്പെൻസർ വർക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്രേക്കിംഗ് കുഴപ്പമില്ലാത്ത നല്ലൊരു ബ്രേക്കിംഗ് ആണ്. കുഴപ്പമില്ലാത്ത നല്ലൊരു ബ്രേക്കിംഗ് ആണ്. അപ്പോൾ കൺട്രോളിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കൺട്രോളിംഗ് കൊടുത്തിട്ടുണ്ട്. കൺട്രോളിംഗ് പക്കാണ്. അപ്പോൾ ഇതേ കൺട്രോളിംഗ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് എന്താ പറയുക, നമ്മുടെ സ്ഥിരം സ്ഥലമായ അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ സ്പീഡ് സംഭവങ്ങളെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് അങ്ങ് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് എത്താറായി. ഇപ്പോൾ മുകളിൽ കാണുന്ന സംഭവമാണ് നമ്മൾ സ്പീഡ് എപ്പോഴും ടെസ്റ്റ് ചെയ്യാറ്. അപ്പോൾ 128 എന്താണ് നേരത്തെ വന്നത്. അവിടെ ചെറുതൊരു തട്ടിയുകൊണ്ട് വണ്ടി അങ്ങ് സ്ലോ ആയി. അപ്പോൾ 26-ലാണ് താഴ്ന്ന വണ്ടി വരുന്നത്. ഇതേ കണ്ടോ, 27-ൽ കയറാൻ തുടങ്ങി, 26, 24. അപ്പോൾ ഈ ഒരു കേട്ട എത്ര സ്പീഡിലായിരിക്കും കയറുന്നത് നോക്കാം. താഴ്ന്ന് വന്നത് 126-ലാണ്. മുകളിലേക്ക് എത്തുമ്പോൾ എത്ര അടി കയറുമെന്ന് നോക്കാം. മുകളിലേക്ക് ഇതാ 91. ഇതേ സ്പീഡ് കയറുന്ന സ്പീഡ് സംഭവം കുറച്ച് എന്താ പറയുക കുറഞ്ഞോന്ന് തോന്നുന്നു. കാരണം 66-ലാണ് സംഭവം കയറുന്നത്, 66-ലാണ് സ്പീഡ് കയറുന്നത്. അത് കുറച്ച് കുറഞ്ഞു പോയോന്ന് തോന്നും. എന്നാലും കുഴപ്പമില്ല, ബാക്കി കാര്യങ്ങളൊക്കെ പക്കാണ്. നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ എന്താ പറയുക ടോപ്പ് സ്പീഡ് എത്ര ആണെന്ന് നോക്കാം ഈ ഒരു വണ്ടീൻ്റെ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് പോയ ഒരു വലിയൊരു ഇറക്കുണ്ട്. ഇപ്പോൾ നമ്മൾ കയറിയ പോലെ തന്നെ വലിയൊരു ഇറക്കുണ്ട്. അവിടെ നമുക്ക് ചെന്നിട്ടും
ഇതിന് ടോപ്പ് സ്പീഡ് എത്രയാണ് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ സാധാരണ എല്ലാ മോഡ്സ് ഇവിടെ തന്നെയാണ് ടെസ്റ്റ് ചെയ്യാറ്. അപ്പോൾ അവിടേക്ക് തന്നെ കൊണ്ടുപോയിട്ട് നമുക്ക് എന്താ പറയുക ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ എത്താറായി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ആ ഒരു സ്ഥലത്തേക്ക് എത്താറായി. അപ്പോൾ മീറ്റർ കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ്, അത് എനിക്ക് പറയാൻ പറ്റുമായി. മീറ്റിംഗ് കാര്യങ്ങളൊക്കെ എന്താ പറയുക പക്ക വർക്കിംഗ് ആണ്. അതുപോലെ ഇൻറ്റീരിയർ മാപ്പ് സ്ക്രീനും വർക്കിംഗ് ആണ്. നമ്മളെ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് കണ്ടു സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നല്ലൊരു സ്പീഡ് നമുക്ക് നൽകുന്നുണ്ട്. 156, 63. യെസ്, സ്പീഡ് കയറി. 180 ആണ് ഇതിൻ്റെ എന്താ പറയുക ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ. ഇനി നമുക്ക് നൈറ്റ് മോഡ് നോക്കാം. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ ലൈറ്റുകളൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഇൻഡിക്കേറ്റർ അങ്ങ് ഓൺ ചെയ്യാം. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ വർക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഇവിടെ മറ്റൊരു സൈഡിലെ ഇൻഡിക്കേറ്ററും അത്യാവശ്യം നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. നമുക്ക് ഇതിനെ ഹെഡ്ലൈറ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് എന്താ പറയുക വലിച്ചടിക്കുന്ന സ്ഥലം കറക്റ്റാണ്. ഹെഡ്ലൈറ്റ് ആ ഭാഗത്ത് തന്നെ വലിച്ചടിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ ബാക്ക് ലാറ്ററലായിട്ട് പവറിൽ വെക്കുമ്പോൾ എക്സ്ട്രാ ഒരു 2 ലൈറ്റ് കൂടുതൽ കണ്ടോ കത്തുന്നതാണ് കാണാൻ സാധിക്കും. പിന്നെ ബ്രേക്ക് ലൈറ്റ് ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ റിവേഴ്സ് ലൈറ്റ് കാണിച്ചു തരാം. ഇതാണ് റിവേഴ്സ്. ഇനി നമുക്ക് ഈ ഒരു വണ്ടീനെ എന്താ പറയുക ഹസാർഡ് ഒന്ന് ഓൺ ചെയ്യാം. ഹസാർഡ് ഓൺ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വേറെ ലൈറ്റ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ട് ഈ ഒരു വണ്ടിയിൽ ഉള്ള ലൈറ്റ് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് അത് കറക്റ്റ് പൊസിഷനിൽ നിന്നാണ് വലിച്ചടിക്കുന്നത്. പിന്നെ ഇൻറ്റീരിയറിലുള്ള എന്താ പറയുക വിസിബിലിറ്റി, നൈറ്റ് വിസിബിലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. നല്ലൊരു വെളിച്ചം നമുക്ക് നൽകുന്നുണ്ട് ഈ ഒരു വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന്. കണ്ടോ അത്യാവശ്യം നല്ലൊരു വെളിച്ച കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഫ്രണ്ടിലുള്ള സംഭവങ്ങളൊക്കെ പക്ക ഇതാണ്. ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് പൊസിഷനിൽ നിന്നാണ് എന്താ പറയുക വലിച്ചടിക്കുന്നത്. പിന്നെ അഡീഷണൽ ലൈറ്റ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടും ഉള്ള ലൈറ്റ് നല്ല രീതിയിൽ അവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെയാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു മോഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഷെയർ മോഡ്സിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെ ഡൗൺലോഡ് ചെയ്യാൻ എങ്ങനെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ കുറേ മോഡ്സ് പരിചയപ്പെടുത്തുന്നു. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒന്ന് താഴെ വന്നൊന്ന് കമന്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു കിടക്കാച്ചി വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പിടിക്കുമ്പോൾ കൈയൊക്കെ എന്തോ പോലെ. അപ്പോൾ ബ്ലോഗർമാർ എങ്ങനെയായിരിക്കും തോന്നും എന്തോ വീഡിയോ എടുക്കുന്നത്. കൈയൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് എനിക്കതില്ല. നമ്മൾ ട്രൈപാഡ് വെച്ചിട്ടാണ് വീഡിയോ എടുക്കാറ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് എടുക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വേറെന്താണ്. അപ്പൊ ഇതിനെക്കാട്ടി നല്ലൊരു വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ ആൻഡ് ബൈ.